സർവീസസ് ഓഫേർഡ് ബൈ ഹോൾസെയിലേഴ്സ് ടു റീറ്റെയിലേഴ്സ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണിത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ്. ഹോൾസെയിലേഴ്സ് ഗുഡ്സ് ലാർജ് സ്റ്റോക്കായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റീറ്റെയിലേഴ്സിന് ഗുഡ്സിൻ്റെ അവൈലബിലിറ്റീനെ പറ്റിയിട്ടൊക്കെ റീറ്റെയിലേഴ്സിന് അന്നേരം തന്നെ അവർക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ റീറ്റെയിലേഴ്സ് ലാർജ് ഇൻവെന്ററി കീപ്പ് ചെയ്യുന്നതിൽ റിലീവ്ഡ് ആണ്. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ഒരു സർവീസസ് എന്ന് പറയുന്നത്, അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ്. ദെൻ സെക്കൻഡ് പോയിന്റ് ആണ് മാർക്കറ്റിംഗ് സപ്പോർട്ട്. മാർക്കറ്റിംഗ് സപ്പോർട്ട് മീൻസ് അതിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആണ്, സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആണ്. ഹോൾസെയിലേഴ്സ് ആണ് ഈ അഡ്വർടൈസ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദെൻ തേർഡ് പോയിന്റ് ആണ് ഗ്രാൻഡ് ഓഫ് ക്രെഡിറ്റ്. ഹോൾസെയിലേഴ്സ് ഗുഡ്സ് ക്രെഡിറ്റ് ആയിട്ടാണ് ചില റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്രെഡിറ്റ് ആയിട്ട് ഗുഡ്സ് കൊടുക്കുന്ന സമയത്ത് റീറ്റെയിലേഴ്സിന് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറേ ചെറിയ സ്മോൾ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അവരുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് റീറ്റെയിലേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോർത്ത് പോയിന്റ് ആണ് റിസ്ക് ഷെയറിംഗ്. ഹോൾസെയിലേഴ്സ് ആണ് മാർക്കറ്റിങ്ങിലുള്ള ഇപ്പം ഗുഡ്സ് ലാർജ് ആയിട്ട് സ്റ്റോക്കൊക്കെ എടുക്കുന്നത് കാരണം തന്നെ പ്രൈസിലുള്ള ഫ്ലക്ച്വേഷൻസിലോ അതേപോലെ ഈ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്തൊക്കെ ഗുഡ്സിൽ വരുന്ന എന്തെങ്കിലും നാശങ്ങളോ അതൊക്കെ ബിയർ ചെയ്യേണ്ടത് ആരായിരിക്കും? ഹോൾസെയിലേഴ്സ് ആയിരിക്കും. ദെൻ ലാസ്റ്റ് പോയിന്റ് ആണ് സ്പെഷ്യലൈസ്ഡ് നോളജ്. ഹോൾസെയിലേഴ്സ് ഗുഡ്സ് ഒരു ലിമിറ്റഡ് ലൈൻ ഓഫ് ഗുഡ്സ് ആയിട്ടാണ് അവർ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ റീറ്റെയിലേഴ്സിന് ഓരോരോ ന്യൂ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടും അതിന്റെ ക്വാളിറ്റീസ്, യൂസസ്, പ്രൈസസിനെ പറ്റിയിട്ടൊക്കെ റീറ്റെയിലേഴ്സിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹോൾസെയിലേഴ്സിന് സാധിക്കുന്നുണ്ട്.